സമ്പൂർണ്ണ ബീഫ് നിരോധനവുമായി അസം. അതാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം. ഇന്നു മുതൽ പൂർണ്ണ നിരോധനം അവിടെ നിലവിൽ വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടേതാണ് ഈ പ്രഖ്യാപനം. ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും പൊതുസ്ഥലങ്ങളിലും ബീഫ് ഉപയോഗിക്കാൻ പാടില്ല. നേരത്തെ ക്ഷേത്രങ്ങൾക്ക് സമീപമുണ്ടായിരുന്ന ബീഫ് നിരോധനമാണ് പൊതുസ്ഥലങ്ങളിൽ മുഴുവൻ വ്യാപിപ്പിച്ചിരിക്കുന്നത്. അടിപൊളി. ഞാനൊരു കാര്യമായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ചെറിയ ഇളം പോത്ത് കിട്ടും, നല്ല ബീഫ്, അതിൻ്റെ ഒരു കിലോ ഇറച്ചും ഒരു കുറച്ച് ലിവർ കരളില്ലേ അതും കൂടെ വാങ്ങിക്കാം. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് കഴുകിയിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടെ ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു കുക്കറിൽ ഒരു 2 വിസിൽ അടിച്ചിട്ട് വേവിച്ചവിടെ വെക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ പുറത്തോട്ടൊക്കെ വന്നിട്ട് ഒരു 10-25 ഉള്ളി, അതും ചെറിയ ഉള്ളി എടുക്കണം. നമ്മൾ സുരേന്ദ്രേട്ടൻ്റെ ഉള്ളി തന്നെ എടുക്കണം കേട്ടോ. അങ്ങനെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ട് അതിങ്ങനെ കുരുകുരുകുരുകുരുടാ അരിഞ്ഞിട്ട് മാറ്റി വെക്കുക. കുറച്ച് വെളുത്തുള്ളി, ഇച്ചിരി എന്താ പറയുക പച്ചമുളക്, അതിൻ്റെ കൂടെ 2-3 ഇല്ലി കരിവേപ്പിൻ്റെ ഇല, കുറച്ച് ഇഞ്ചി. ഇതവിടെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു ഫ്രൈ പാൻ ഇങ്ങോട്ട് എടുത്തിട്ട് അതിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. നല്ല വെളിച്ചെണ്ണ, ഓയിൽ പാടില്ല. ആ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് ആ എണ്ണ ഇങ്ങനെ മൂത്ത് വരുന്നൊരു സമയമുണ്ട്. ആ സമയം നമ്മൾ അതിലേക്ക് ഈ പറഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മളിങ്ങനെ ഇരിഞ്ഞ് വെച്ചിട്ട് പേസ്റ്റ് അതിങ്ങനെ വയറ്റി ഒരു 10-15 മിനിറ്റ് അതിനിങ്ങനെ ചെറിയ ബ്രൗൺ കളറൊക്കെ വന്നിട്ട് അതിൻ്റെ പച്ചമണൊക്കെ പോയിട്ട് ഒരു മസാലൻ്റെ സ്മെല്ല് ഇങ്ങനെ വരും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് ഈ പറഞ്ഞ ഉള്ളി, അത് നമ്മളിങ്ങനെ ഉള്ളി സുരേന്ദ്രേട്ടൻ്റെ ഉള്ളി, അതിനാ ഉള്ളി, ആ ഉള്ളി അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇങ്ങനെ വയറ്റിയെടുത്ത് ആ പച്ച മണക്കം കണ്ട് പോകുന്ന സമയത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് കാശ്മീരി ചില്ലി, അതിൻ്റെ കൂടെ ഇച്ചിരി മഞ്ഞൾ പൊടി എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലോണം ഇങ്ങനെ ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ വാട്ടിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ബീഫ്, നല്ല ബീഫ് പോത്തോ കാളയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിങ്ങനെ ഇച്ചിരി വഴറ്റി കുറച്ചും കൂടെ അതിലോട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഇച്ചിരി മല്ലിപ്പൊടി ഇട്ട് ഇച്ചിരി മുളക് പൊടി ഇട്ട് അതിന് മുകളിലേക്ക് 2 അല്ലി എന്താ പറയുക കരിവേപ്പിൻ്റെ ഇല ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അടച്ചങ്ങോട്ട് വെക്കുക. ഇച്ചിരി വെള്ളം വേണമെങ്കിൽ ഒഴിച്ചിട്ട്, വെള്ളം വേണ്ടവർക്ക്, അതല്ല നല്ല ഡ്രൈ ഫ്രൈ വേണ്ടവർക്ക് വെള്ളം നോക്കേണ്ട കാര്യമില്ല. കുറച്ച് കഴിഞ്ഞ് നമ്മൾ ആ അടപ്പ് ഇങ്ങോട്ട് എടുക്കുന്ന സമയത്തിൻ്റെ പൊന്നു ഒരു സ്മെല്ല് ഇങ്ങോട്ട് വരാനുണ്ട്. അതിങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ തൂമിച്ച് ഇച്ചിരി എന്താ പറയുക ഈ വറ്റൽമുളകുണ്ട്, ഈ വറ്റൽമുളകും ഉലുവയും കൂടെ ഇട്ട് നല്ലോണം വയറ്റിട്ട് ഇതിൻ്റെ മേലെ ഒഴിച്ചെടുത്ത് മിക്സ് ചെയ്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇനി പൊറോട്ട കിട്ടിയാലും വേണ്ടില്ല, ചോറ് കിട്ടിയാലും വേണ്ടില്ല, അതിനിപ്പോൾ ഒരു പറ ചോറാണെങ്കിലും 15 പൊറോട്ട ആണെങ്കിലും ഒറ്റയിരിപ്പിന് നമ്മളെടുത്തുന്നു. ഇതാണ് നമുക്ക് മലയാളികൾക്ക് ബീഫിനോടുള്ള ഒരു മുഹബത്ത് എന്ന് പറയുന്നത്. ഇതാണ് ഇന്ന് ആസാമിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള സാധനം. ഇങ്ങനെയുണ്ട്. UP-യിൽ പണ്ടേ നിരോധിച്ചാണ്, ഗുജറാത്തിൽ സാധനം കിട്ടുകയില്ല. പിന്നെ നോർത്ത് ഇന്ത്യയിൽ എവിടെ ബീഫ് കണ്ടു കഴിഞ്ഞാലും അപ്പം അടിച്ചിട്ട് കൊല്ലല, വേറെ ചോദ്യം പറച്ചിലൊന്നുമില്ല. ബീഫാണ്, ബീഫ് കൊണ്ട് നടക്കുക. അപ്പം അവനെ കൂമ്പനിട്ട് ഇടിച്ചിട്ട് അവനോട് കൊന്നാളും. അവൻ്റെ ബീഫ് അവൻ്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ വെച്ചാലോ നമ്മൾ ബുൾഡോസർ വെച്ച് വീട് അങ്ങോട്ട് പൊളിച്ച് തകർക്കും. നമ്മളവിടെ ബുൾഡോസർ രാജ് നമ്മളിനി പറയാറ്. നമ്മുടെ യോഗിക്ക് ആക്കിയുള്ളൊരു യോഗ്യത അതായത് നമ്മുടെ സംഖ്യകൾ കാണുന്ന യോഗ്യത, മുസ്ലിങ്ങൾ ബീഫ് വെച്ചിട്ട് ഞങ്ങൾ ആ വീട് പൊളിച്ചിരിക്കും. അതാണ് ഇപ്പം നമ്മൾ ആസാമിലും കൂടെ ആ ഒരു നിയമം വന്നിട്ടുണ്ട്. ഇനി ആസാമിൽ ബീഫ് വിൽക്കാനോ വാങ്ങാനോ കൊടുക്കാനോ തിന്നാനോ പാടില്ല. ന്യൂസ് കണ്ടിട്ട് ബാക്കി പറയാം. വിജയകുമാർ, നിർണായകമായ ഒരു പ്രഖ്യാപനമാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അല്പസമയം മുമ്പ് നടത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ബീഫിന് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്താനുള്ള തീരുമാനമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അസമിലെ ഒരു റെസ്റ്റോറന്റിലും ഹോട്ടലിലും ബീഫ് വിളമ്പില്ല എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പൊതുചടങ്ങുകളിലും പൊതുസ്ഥലങ്ങളിലും ബീഫ് വിളമ്പില്ല എന്നും ബീഫിന് നിരോധനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. നേരത്തെ തന്നെ അസമിലെ ക്ഷേത്രങ്ങൾക്ക് സമീപം ബീഫ് വിളമ്പുന്നതിന് നിരോധനം ഉണ്ടായിരുന്നു. ആ നിരോധനം സംസ്ഥാനത്തെ മുഴുവൻ പൊതുസ്ഥലങ്ങളിലേക്കും പൊതുചടങ്ങുകളിലേക്കും വ്യാപിപ്പിക്കാനുള്ള തീരുമാനമാണ് അസം മന്ത്രിസഭ സ്വീകരിച്ചിരിക്കുന്നത്. ആ പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നടത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ സംസ്ഥാനത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ 30%-ഓളമുള്ള ഒരു സംസ്ഥാനമാണ് അസം. ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം അസം സർക്കാർ നടത്തിയിരിക്കുന്നു. രാഷ്ട്രീയമായ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിജയകുമാർ, അസമിൽ സമ്പൂർണ്ണ ബീഫ് നിരോധനം അവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രശ്നമായി മാറാൻ സാധ്യതയുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഹിമന്ത ബിശ്വ ശർമ്മയാണ് മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് ഈ പ്രധാനപ്പെട്ട തീരുമാനം പ്രഖ്യാപിച്ചത്. 30% ന്യൂനപക്ഷമുള്ള സംസ്ഥാനം, 30% ന്യൂനപക്ഷവും ബാക്കിയുള്ള 70% ബീഫ് കഴിക്കുന്ന ഒരു 10-35% എന്തായാലും കാണും. അപ്പം ഭൂരിപക്ഷം കൂടുതൽ ബീഫ് കഴിക്കുന്ന ഒരു സ്ഥലത്ത് BJP സർക്കാരാണ് അവിടെ ഭരിക്കുന്നത് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ബീഫ് അങ്ങോട്ട് നിരോധിച്ചു. ഇന്നു മുതൽ ബീഫ് കൊടുക്കാൻ പാടില്ല. എങ്ങനെയുണ്ട്? ഇതിനാണ് നമ്മൾ
ഈ നമ്മുടെ മൗലിക അവകാശം അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ റൈറ്റ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഭരണഘടന പൊക്കിപ്പിടിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ താടീജി വന്നിട്ട് പറയും അതൊന്നുമല്ല നമ്മളിവിടെ നമ്മുടേതായിട്ടുള്ള കുറച്ച് ഹിന്ദു ഭരണഘടനകൾ നമ്മൾ അടുത്ത് കൊണ്ടുവരും. ഭരണഘടന നമ്മളിവിടെ മാറ്റാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക. അപ്പോഴാണ് ഇതൊക്കെ നമ്മളതൊക്കെ മാറ്റിയിട്ട് നമ്മുടേതായിട്ടുള്ള ചില ഘടനകൾ കൊണ്ടുവരും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ സംസ്ഥാനങ്ങളിൽ ബീഫ് നിരോധിച്ചുകൊണ്ടേയിരിക്കും. അവിടെ 30% ന്യൂനപക്ഷമാണ്, എന്നാലും നമ്മൾ നിരോധിക്കും. എന്നിട്ടാണ് ഈ പട്ടിക്കാട്ടങ്ങളെ നമ്മളെ കേരളത്തിലൊക്കെ ജയിപ്പിച്ച് വിടണമെന്ന് അല്ലമുറി കൂട്ടി നടക്കുന്നത്. എന്തുകൊണ്ടാണ് സൗത്ത് ഇന്ത്യ ഭാഗത്തോട്ട് ഈ പറഞ്ഞ സാധനങ്ങൾ അടുപ്പിക്കാത്തത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതൊക്കെ തന്നെയാണ്. നമ്മൾ കേരളത്തിലൊക്കെ ബീഫ് ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് വികാരമായിട്ടുള്ള ഇമോഷനാണ് നമുക്ക് ബീഫിനുണ്ട്. ഈ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കയറ്റിക്കഴിഞ്ഞാൽ ഈ വൃത്തികെട്ടായിട്ടുള്ള ഭരണം കിട്ടി 2ൻ്റെ അന്ന് ബീഫ് നിരോധിക്കും, പള്ളി പൊളിക്കുക, ബീഫ് നിരോധിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ ഭരണ പരിഷ്കാരങ്ങൾ. എന്തൊക്കെയാണ് നമ്മുടെ BJPയുടെ ഭരണ പരിഷ്കാരങ്ങൾ വെച്ചാൽ, ഞങ്ങൾ പള്ളി പൊളിച്ചില്ലേ, അമ്പലങ്ങൾ ഉണ്ടാക്കുന്നില്ലേ, നമ്മളിപ്പോഴും പള്ളി പൊളിച്ചു കൊണ്ടേയിരിക്കുന്നില്ലേ, നമ്മളവിടെ അമ്പലം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെന്താ, ബീഫ് ഞങ്ങൾ നിരോധിച്ചു. ബീഫ് കൊണ്ട് നടക്കണം, നമ്മൾ അടിച്ചു കൊല്ലും. പിന്നെ ജയശ്രീറാം വിളിച്ചിട്ടില്ലെങ്കിലോ അവരെ തലങ്ങൾ ഇറക്കും. ഇതാണ് ഞങ്ങളുടെ ഭരണ പരിഷ്കാരങ്ങൾ. പിന്നെ പറയുമ്പോൾ മോദിജി പല തള്ളും നമ്മൾ ഇതാണെന്നില്ല, അതൊക്കെ വെറും തള്ളു മാത്രം. അത് കേട്ട് കൈയടിക്കുന്ന കുറേ ചാണകങ്ങളുള്ളതുകൊണ്ട് തള്ളൊക്കെ ഇങ്ങോട്ട് ഏൽക്കും. പക്ഷേ നമ്മുടെ സൗത്ത് ഇന്ത്യയിലോട്ട് ഈ വൃത്തികെട്ടായിട്ടുള്ള അടുപ്പിക്കാത്തതിനുള്ള റീസണും ഇത് തന്നെയാണ്. അപ്പം ഇങ്ങനൊക്കെ നിയമങ്ങൾ കൊണ്ടുവരുന്ന ഇങ്ങനത്തെ സംസ്കാരങ്ങളുള്ള സർക്കാരുകളൊക്കെ ഈ നാട്ടിലൊക്കെ കൊണ്ട് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ടൊക്കെയാണ് നമ്മൾ അടുപ്പിക്കാത്തത്. പുരോഗമനവുമില്ല, എന്താ പറയുക, വികസനവുമില്ല, പട്ടിണി മാത്രം, വിദ്യാഭ്യാസമില്ല, ബോധമില്ല, ആകെയുള്ളത് കുറേ അന്ധവിശ്വാസം. അതിൻ്റെ കൂടെ കുറേ ബീഫ് നിരോധനവും ബുൾഡോസറും ഇതൊക്കെ തന്നെ നമ്മുടെ കയ്യിലുള്ളത്. നമ്മുടെ മുഖമുദ്ര ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പം മനസ്സിനൊരു സമാധാനമാണ്. ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യയിലും ഈ പറഞ്ഞ UPയിലും അസാമിലും ഹരിയാനയിലും ഒന്നും ജനിച്ചില്ലല്ലോ, അല്ലെങ്കിൽ അവിടെ ഒന്നും ജീവിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യം വന്നില്ലല്ലോ എന്നുള്ളത്. അപ്പം നമ്മുടെ എല്ലാ സംഘി കൂട്ടർക്കും ലാൽ സലാം നിങ്ങൾ എന്തെടുത്തോ